അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് ഞായറാഴ്ചയും കൂടി വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സമയം 1 മണിയായി. ലൊഹറിൻ്റെ ബാങ്കൊക്കെ കേട്ടായിരുന്നു. ഞാൻ അങ്ങനെ ലൊഹർ നിസ്കരിച്ച് ദുആയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് ദിക്റൊക്കെ ചൊല്ലി. ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഖുർആൻ ഓതാറുണ്ട്. മഗ്‌രിബിന് സൂറത്തുൽ മുൽക്കും ബാക്കിയുള്ള ഫർള് നിസ്കാരത്തിന് ശേഷം 4 പേജ് ഖുർആൻ വെച്ചാണ് ഓതുന്നത്. ഇപ്പം ഞാൻ ഖുർആൻ 14ാമത്തെ ജുസാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹിജ്റാണ് ഓതുന്നത്. ഇനി ഞാൻ എങ്ങനെ ഹത്തം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫർള് നിസ്കാരത്തിന് ശേഷം എന്നും 4 പേജ് വെച്ച് ഖുർആൻ ഓതിയാൽ നമുക്ക് 30 ദിവസം കൊണ്ട് ഖുർആൻ ഹത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 4 പേജ് എന്ന് വെച്ചാൽ 2 പേപ്പർ. ഇനി എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 2 പേജ് വെച്ച്, അതായത് 1 പേപ്പർ വെച്ച് ഓതിയാൽ നമുക്ക് 60 ദിവസം കൊണ്ട് 2 മാസം കൊണ്ട് ഹത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഖുർആനിലെ ഒരക്ഷരം, അതായത് അലിഫ് അങ്ങനെയുള്ള ഓരോ അക്ഷരങ്ങൾ ഓതിയാൽ തന്നെ അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്നാണ്. വേറൊരു ഹദീസിൽ അബൂ ഉമാമ റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതുന്നവന് ഖിയാമത്ത് നാളിൽ ഖുർആൻ ഷഫാഅത്തായിട്ട്, അതായത് മധ്യസ്ഥനായിട്ട് നിൽക്കുമെന്ന്. നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി കഴിയുമ്പോഴത്തേക്കും ചോറ് കഴിക്കാൻ സമയമാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോറ് കഴിക്കും. ഇന്ന് ചോറിൻ്റെ കൂടെ ഇതൊക്കെയാണ് കറികൾ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ കുപ്പി ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. ഇതെനിക്ക് എൻ്റെ ഉമ്മാമ തന്ന കുപ്പിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കുപ്പിയിൽ പെയിൻറ്റൊക്കെ അടിക്കുന്നത് എൻ്റെ ഉമ്മാമ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും ഈ കുപ്പി എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിരുന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് ആ ചരിത്രം കേൾക്കുമ്പോൾ മനസ്സിലാവും എത്ര പരീക്ഷണങ്ങളാണ് യൂസുഫ് നബി നേരിട്ടതെന്ന്. കുഞ്ഞിലെ തന്നെ ഉമ്മ മരണപ്പെട്ടു പോയി. ഒരുപാട് സ്നേഹിക്കുന്ന പിതാവിനെ കാണാതെ ജീവിക്കേണ്ടി വന്നു. സ്വന്തം സഹോദരങ്ങളുടെ ക്രൂരതകളും അടിമയായി ജീവിക്കപ്പെടേണ്ടി വന്നതും ജയിലിൽ താമസിക്കേണ്ടി വന്നതുമൊക്കെ. യാക്കൂബ് നബിയുടെ ജീവിതവും ഇതുപോലെ തന്നെ. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ മകനെ കുട്ടിക്കാലത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വിഷമത്തിൽ കാഴ്ച വരെ നഷ്ടമായി. ഇതുപോലെ തന്നെയാണ് എല്ലാ നബിമാരുടെയും ജീവിതം. അയ്യൂബ് നബിയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരുപാട് സമ്പത്തുകളും ഒരുപാട് മക്കളും വലിയ കുടുംബവും ഉണ്ടായിരുന്ന അയ്യൂബ് നബിക്ക് വലിയ രോഗം പിടിപെടുകയും സമ്പത്തും മക്കളും കുടുംബവും നഷ്ടപ്പെടുകയും ചെയ്തു. ഇബ്രാഹിം നബിയുടെ ജീവിതം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ. ശത്രുക്കൾ തീയിലിടുകയും സ്വന്തം മകനെ ബലി നൽകേണ്ട അവസ്ഥ വരെ വന്നു. യൂനുസ് നബിയെ ഒരു വലിയ മീൻ വിഴുങ്ങുകയും. ഇതുപോലെയാണ് എല്ലാ നബിമാരുടെയും ജീവിതവും. മൂസാ നബിയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴും അവർ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിൽ തന്നെ വിശ്വസിച്ച് നിന്നു. നമ്മുടെ ജീവിതത്തിലും അള്ളാഹു നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തരും. സമ്പത്ത് കൊടുത്തും ദാരിദ്ര്യം കൊടുത്തും സ്നേഹത്തിൻ്റെ പുറത്തും അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരും. നമ്മുടെ ഈ ലോകത്തെ ജീവിതം പരീക്ഷണത്തിന് വേണ്ടിയാണ്. എത്ര സങ്കടങ്ങൾ വന്നാലും സന്തോഷങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കൂടെ നിർത്തണം. ചിലപ്പോഴൊക്കെ സഹിക്കാൻ പറ്റാത്ത അത്രയും സങ്കടം ഈ ലോകത്ത് നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയൊക്കെ നിസ്കരിച്ചിട്ടും അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടും അള്ളാഹു സങ്കടപ്പെടുത്തുന്നേ ഉള്ളല്ലോ എന്ന്. ചിലർ അതുകൊണ്ട് നിസ്കാരം വരെ നിർത്തുന്ന സാഹചര്യത്തിലെത്തും. നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ടത് പരീക്ഷണങ്ങൾ നേരിടാൻ വേണ്ടിയാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതെന്ന്. ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് ഈ ലോകത്ത് നേരിടേണ്ടി വരും. ഒരിക്കലും നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം കളയരുത്. അള്ളാഹു കാരുണ്യവാനാണ്. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന മതി നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറാൻ. അതിനുവേണ്ടി തന്നെയാണ് അള്ളാഹു നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തരുന്നത്. സങ്കടങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി അള്ളാഹുവിനെ പിരിഞ്ഞു പോകുന്നു, സന്തോഷങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നു എന്നൊക്കെ നോക്കാനാണ് അള്ളാഹു നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് എക്സാം. അള്ളാഹു നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻസർ എഴുതാനുള്ള വൈറ്റ് പേപ്പറാണ് നമ്മുടെ ജീവിതം. എക്സാം കഴിയുമ്പോൾ മിസ്സുമാർ പേപ്പർ ചെക്ക് ചെയ്ത് നമുക്ക് മാർക്ക് പറയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം കഴിയുമ്പോൾ അള്ളാഹു നമുക്ക് വിധി പറയും, സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന്.
നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന അത്രയും സമയം മാത്രമേ ഭൂമിയുടെ ജീവിതവും നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര വലുതാണ് മരിച്ചു കഴിയുമ്പോൾ ഉള്ള ജീവിതമെന്ന്. അള്ളാഹു പറഞ്ഞതൊക്കെ അനുസരിച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും, ഇനിയും പറ്റിപ്പോവുകയും ചെയ്യുമായിരിക്കും. നമ്മുടെ മനസ്സിൽ കുറ്റബോധം വെച്ച് നമ്മൾ തൗബ ചെയ്താൽ മതി. അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു തരും. നമ്മൾ ഒന്നും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. നമുക്ക് ഇന്ന് വേണോ നാളെ വേണോ മരിക്കാം. നമ്മുടെ ജീവിതത്തിന് എത്ര ആയുസ്സുണ്ടെന്ന് ഒരു ഗ്യാരൻറ്റിയും നമുക്കില്ല. ഒരു മുസ്ലിമിന് ഏറ്റവും ആവശ്യം നിസ്കാരമാണ്. ആരും നിസ്കാരം ഉപേക്ഷിക്കരുത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കുറേ നാളായിട്ട് നിസ്കാരമൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ചെയ്ത തെറ്റുകൾക്കും നിസ്കരിക്കാതെ ഇരുന്നതിനുമെല്ലാം തൗബ ചെയ്ത് മാപ്പ് ചോദിക്കണം. അപ്പോൾ തന്നെ നിങ്ങളും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വജിഹത്ത്, അത്തഹിയാത്ത് അതുപോലുള്ള ദുആകളൊന്നും അറിയത്തില്ലായിരിക്കും. ഈ കാരണം കൊണ്ട് നിങ്ങൾ നിസ്കാരം കളാക്കരുത്. നമ്മൾ ശ്രമിക്കുന്നു എന്നതിന് തന്നെ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. നിങ്ങൾ അറിയാവുന്ന പോലെ നിസ്കരിക്കണം, എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കാൻ നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ചൊവ്വാഴ്ച ഞാൻ അടുത്ത വീഡിയോ ഇടാം.